പാട്ടുകാർക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഇല്ല. കാരണം ഇപ്പോൾ ഒരു പാട്ടുകാരൻ ഒരു പടത്തിൽ പാടിയാൽ ആ പാട്ട് പുറത്തിറങ്ങുമോ തന്നെ അറിയില്ല. ഇതൊക്കെ ഞാൻ കേട്ടിരിക്കുന്ന പോലെ ബോളിവുഡിലൊക്കെ നടക്കുന്നതായിട്ടേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ അതായി മാറിയിരിക്കുകയാണ്. കേരളത്തിലുള്ള സിംഗേഴ്സിന് തന്നെ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അതിൽ വരുന്ന പാട്ടുകളായാലും പടത്തിലുള്ള പാട്ടുകളൊക്കെ ഒരു എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ഒരു വെസ്റ്റേൺ സ്റ്റൈലും അങ്ങനത്തെ പാട്ടുകൾ. അതിൽ ലിറിക്സ് ആയാലും അങ്ങനെ ഭയങ്കര ജോവിയലായിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാം ഒരു ഫങ്കി സ്റ്റൈൽ മ്യൂസിക്. അങ്ങനെ എല്ലാ പടങ്ങളുടെയും ഇപ്പം അങ്ങനെ തന്നെ ആയി വരികയാണ്. പിന്നെ കുറേ ടെക്നോളജി യൂസ് ചെയ്ത് ശബ്ദത്തിൻ്റെ ഇതൊക്കെ മാറ്റി ഇപ്പം ഓട്ടോ ട്യൂൺ ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാവർക്കും പാടാമെന്നുള്ള ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ്. സോ എന്ത് ചെയ്യാനാണ്, എന്ത് പറയാനാണ് എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക്കിൽ എനിക്ക് തോന്നിയിടത്തോളം മ്യൂസിക്കിനോട് നമ്മൾ എത്ര ഫെയ്ത്ത്ഫുൾ ആവുന്നോ അത് നമുക്ക് അത്രയും റിട്ടേൺസ് തരും. നമ്മളതിനെ എന്ന് നമ്മുടെ ധ്യാനത്തിൽ നിന്ന് ഒഴിച്ചു കളയുന്നു അത് അതിൻ്റെ വഴിക്ക് പോകും. സോ മ്യൂസിക് ഇസ് ലൈക്ക് ദാറ്റ്. അത് ഏത് തൊഴിലായാലും നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു അത് അത്രയും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിനോട് പ്രതികരിക്കാൻ പോയിട്ടൊന്നും ഒരു അർത്ഥമില്ല. ഞാനിപ്പം പ്രതികരിക്കാൻ പോയാൽ പറയും, പിന്നെ മഞ്ജരി പ്രതികരിക്കാൻ പോയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ആരാ, ഗായത്രി പ്രതികരിച്ചു, അല്ലെങ്കിൽ ജോത്സ്ന പ്രതികരിച്ചു, ഇവർ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് വരും, അത്രയേ ഉള്ളൂ. ഇതിനൊന്നും അതുകൊണ്ട് ഗായത്രിക്ക് 10 പാട്ട് എക്സ്ട്രാ കിട്ടുന്നോ അല്ലെങ്കിൽ ജോത്സ്നയ്ക്ക് ഒരു 20 പാട്ട് എക്സ്ട്രാ കിട്ടുന്നോ അങ്ങനെയൊന്നും ഇല്ല. പൊതുവേ ഈ പ്രതികരിക്കാൻ അതുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കാത്തത്. സത്യം പറയുകയാണെങ്കിൽ ഒരാൾ പ്രതികരിച്ചാൽ അയാളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പൊതുവേ നടക്കുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. അതുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നമ്മൾ പോയാലും മറ്റേത് ഭാഷ എവിടെ പോയാലും അവർക്ക് നമ്മളോട് ഒരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ തമിഴ്നാട്ടിലാണ് മോസ്റ്റ് ഓഫ് ദ റെക്കോർഡിങ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പാടാൻ ചെന്നാൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയി രാജാ സാറിൻ്റെ 2 പ്രോജക്റ്റ് ഞാനിപ്പോൾ പാടി. ഒന്ന് തമിഴ്, ഒന്ന് തെലുഗു. അവരുടെ അപ്രോച്ച്, അവർ പ്രൊഫഷണലാണ്. അവർക്ക് വേറെ ഒന്നും അറിയണ്ട. ഒരാൾ വന്നു, അയാളുടെ പണിയെടുത്തു, അയാൾ പോയി, അയാളുടെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. അവിടെ അതിൽ കൂടുതലൊന്നുമില്ല. അവർ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മളെ കാണുന്നതും. അല്ലാതെ അവർക്ക് ഇതിനൊന്നും സമയമില്ല. അപ്പോൾ ഇയാൾ വന്നു, ഇനി ഇയാളുടെ സ്വഭാവം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് അവരെന്താണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ച് പിന്നെ അയാൾക്ക് പാട്ട് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ചിരി വരും. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരാളുടെ ക്യാരക്ടറൊക്കെ അനലൈസ് ചെയ്ത് അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അയാൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്നിട്ടാണ് അയാൾക്ക് പാട്ട് പോകുന്നത്. അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് സിംഗിങ്. നമുക്ക് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നൊന്നും ആരും പാട്ടൊന്നും പാടില്ല. പാട്ട് ഒരുപാട് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഉണ്ട്. സ്റ്റേജിൽ തന്നെ പല വലിയ വലിയ മ്യൂസിഷ്യൻസിനെ കണ്ടാൽ നമുക്ക് അറിയാം അവർ വളരെ റൂഡായിട്ടൊക്കെ അവർ ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ ടാലൻറ്റിനെ മാനിക്കുന്നില്ലേ? സോ ടാലൻറ്റിനെ നമ്മൾ മാനിക്കുക. ബാക്കി ഒരു പ്രൊഫഷനിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ പേഴ്സണൽ വൈരാഗ്യം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അതൊന്നും നമ്മൾ അവിടെ കൊണ്ടുവരരുത്. അതൊക്കെ ലേറ്റർ. ലൈവ് റെക്കോർഡിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എന്നാലും കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ലൈവായി വായിച്ചു എന്നല്ല. അതിനുള്ള ഒരു എന്താ പറയുക സംവിധാനം അത് അത്രത്തോളം നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് അത്രയും ടെക്നോളജി ഒക്കെ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ രാജാ സാറിൻ്റെ റെക്കോർഡിങ്സിൽ മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ പാടിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നേ ഒരു വലിയൊരു പ്രോജക്റ്റ് തെലുഗുവിൽ ഞാനും SPB സാറ് പിന്നെ കുറേ ഗ്രൂപ്പും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഓരോ ബൂത്തിലായിട്ട് നിൽക്കുകയാണ്. രാജാ സാറും പാടുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രാക്ക് പ്ലേ ചെയ്തു, അത് റിഹേഴ്സൽ ചെയ്തു, ഓരോരുത്തരും 1 2 3 എല്ലാവരും. അപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യും സാറ്, എല്ലാം പാടുന്നു. അതിൻ്റെ ആ ഒരു ത്രില്ല് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് വെച്ചാൽ ഒരുമിച്ച് പാടുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഡ്യുവറ്റ് ആണെങ്കിൽ ആ മെയിൽ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഫീല് കിട്ടും ഫോർ ദ ഫീമെയിൽ ടു സിങ്. അല്ലെങ്കിൽ ഫീമെയിൽ പാടുമ്പോൾ അത് പാടി കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ഫീല് എക്സ്ട്രാ വരും.
സോ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെ. പിന്നെ ഈ ട്രാക്സ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് കുറേ കൂടി റെസ്ട്രിക്റ്റഡ് ആവും. ഒരു ബൂത്തിനകത്ത് നിന്ന് അത് തന്നെ പാടി ഒരേ ലൈൻ ചിലപ്പം പാടി അത് തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രീസാവും. പിന്നെ കുറച്ചൊരു 10-5 മിനിറ്റ് ബ്രേക്ക് വേണ്ടി വരും. ഓഫ് കോഴ്സ് ഇതിൻ്റെതായ നമുക്കിപ്പോൾ ട്രാക്ക് സിസ്റ്റം ആയതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നടിമാർ പാടാറില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് മറ്റ് ഗായകർ പാടാറ്. അപ്പോൾ ഇന്നിപ്പം ഈ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് പാടാൻ കഴിവുള്ള നടിമാർക്ക് അവർക്ക് പാടി അവർക്ക് തന്നെ ആക്ട് ചെയ്യാം എന്നുള്ള ഒരു കംഫേർട്ട് ലെവലായി വന്നിട്ടുണ്ട്. അല്ല, സത്യത്തിൽ ഈ അവാർഡ്സ് കിട്ടുമ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് സത്യം പറയാമല്ലോ, എല്ലാ ചാനൽസിലും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഈ ഫസ്റ്റ് ടൈം അവാർഡ് കിട്ടുന്ന എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ. ഈ കൂടി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കിതുവരെ ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് പാട്ട് കിട്ടണ്ടേ, നല്ല പാടാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദിസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പം ഒരാൾക്ക് സംസ്ഥാനം ഒരു അവാർഡ് കൊടുത്ത് അംഗീകാരം കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്ത് ആൾക്കാർ, കേരളത്തിലുള്ള ജനങ്ങൾ തന്നെ പാട്ടുകൾ കേട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ it is the responsibility of the film industry to promote such artists. It is a responsibility of the film industry to promote. It is not my responsibility. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഈസ് ദാറ്റ് എനിക്ക് കിട്ടുന്ന പാട്ട് ഞാൻ പാടുക, ഭംഗിയായിട്ട് പാടുക, വളരെ വൃത്തിയായിട്ട് പാടുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. പക്ഷേ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ്. ഐ എം വർക്കിംഗ് എന്ന് വെച്ചാൽ ഐ എം വർക്കിംഗ് ഫോർ ദ ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി ടു കീപ് മീ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. സോ ഇറ്റ്സ് മ്യൂച്വൽ. അപ്പോൾ ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ എന്തിന് റെസ്പോൺസിബിൾ ആവണം? ഐ എം റെസ്പോൺസിബിൾ ഫോർ മൈസെൽഫ്. ഞാനൊരു പാട്ട് പാടിയിട്ട് അത് ശരിക്ക് പാടിയില്ലെങ്കിൽ ഐ എം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതിന് വേറെ ആരെയും എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പാട്ട് തരിക എന്നുള്ളത് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സംബഡി എൽസ്, നോട്ട് മൈൻ. എനിക്ക് എന്താണോ കിട്ടാത്തത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് വിഷമിക്കാറില്ല. എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, എൻ്റെ വെൽ വിഷേഴ്സ്, എൻ്റെ കോൺസേർട്സിന് വരുന്നവർ, ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മൾ എനിക്കിത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നതിന് പകരം ഉള്ളത് വെച്ചിട്ട് ഞാൻ ഹാപ്പി ആയ ഒരാളാണ്. ഐ എം സ്റ്റിൽ ഹാപ്പി. എനിക്കൊരു പ്രശ്നമില്ല. ഐ മീൻ പാട്ട് വേറെ ആരെങ്കിലും പാടുന്നത് കൊണ്ടോ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഐ എം ഹാപ്പി. ഐ എം വെരി ക്ലിയർ അബൌട്ട് മൈ തിങ്സ്. ഞാൻ വളരെ എൻ്റെ അടുത്ത് നീറ്റായിട്ട് ഡീൽ ചെയ്യുന്നവരടുത്ത് ഞാൻ വളരെ നീറ്റായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. ഐ വിൽ ബി ഇൻടാക്ട് ഇൻ മ്യൂസിക്. ആൻഡ് അതിലൊരു മാറ്റമില്ല. മ്യൂസിക് എൻ്റെ ലൈഫാണ്. അത് മ്യൂസിക് ഈസ് മൈ ഫാമിലി, ഇറ്റ്സ് മൈ ലൈഫ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമാണ്. സോ ഇറ്റ് വിൽ സ്റ്റിൽ റിമെയിൻ ദ സെയിം. ഐ വിൽ കീപ് ലേണിംഗ് മ്യൂസിക്. ഇപ്പം എൻ്റെ അടുത്തുള്ള ഞാൻ പഠിച്ച എന്തൊക്കെയാണോ മ്യൂസിക്കിൽ അതിനേക്കാളും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം ഐ വിൽ ബി പ്രാക്ടീസിങ് മ്യൂസിക്.